എന്തിനാണ് ഒരു മനുഷ്യനെ ഇത്രമാത്രം ഇത് പിച്ച് ചീന്താൻ എന്ത് പാപം ചെയ്തു നിങ്ങളോട് ഞാൻ? കഥയറിയാതെ ദൈവത്തെ ഓർത്ത് പറയരുത്. യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് എൻ്റെ ഓപ്പോസിറ്റ് വന്ന പലർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അറിയാൻ മേലാത്തവർ ഒരു ചാനലിൽ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും സ്ലോ മോഷൻ ഷോട്ട്സും കാണിച്ച് എന്നെ ചിത്രീകരിക്കുമ്പോൾ ഞാനിപ്പോഴും പറയാനും ഞാൻ അങ്ങനെ ഒരു സ്ത്രീ അല്ല. എൻ്റെ ലൈഫ് വേറെയാണ്. എന്നെ അറിയാതെ ആരും ഒന്നും പറയണ്ട. ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ച് പോയിക്കോട്ടെ. ഞാനിത് എല്ലാ യൂട്യൂബേഴ്സിൻ്റെ അടുത്തും പറയാണ്, നിങ്ങൾ എന്നെക്കുറിച്ച് നല്ലതും ഇടണ്ട, നിങ്ങൾ എന്നെക്കുറിച്ച് ചീത്തയും പറയണ്ട. ഞാൻ ജീവിച്ച് പോയിക്കോട്ടെ. ഇനി ഞാൻ കല്യാണം കഴിക്കൂ കഴിക്കാതിരിക്കൂ ഇതെല്ലാം എൻ്റെ മാത്രമായിട്ടുള്ള പേഴ്സണൽ കാര്യമാണ്. നിങ്ങൾ യൂട്യൂബേഴ്സ് പൈസ ഉണ്ടാക്കാനാണെങ്കിൽ ചെയ്തോളൂ, സന്തോഷമുണ്ട്. എല്ലാ കുടുംബങ്ങളും നന്നായി ജീവിക്കണം. പക്ഷേ ഞങ്ങളെപ്പോലുള്ളവരെയും സാധാരണക്കാരെയും വലിച്ചു കയറി പേസ്റ്റാക്കിയിട്ട് നിങ്ങൾ ₹1 ഉണ്ടാക്കല്ലേ. ഒരുപാട് പേരുടെ പ്രാക്കുകൾ അതിലുണ്ടാവും. നിങ്ങളത് മനസ്സിലാക്കണം. കാരണം ഇവർ തരുന്ന തംബ്നെയിൽസ് എന്ന് പറഞ്ഞാൽ, ഞാൻ ചോദിക്കട്ടെ, എൻ്റെ മകൻ 9ൽ പഠിക്കുന്ന ഇൻസ്റ്റ എടുത്ത് സ്ക്രോൾ ചെയ്യുമ്പോൾ ഈ പിള്ളേരിരുന്ന് പറയാണ് തുണി മാറുന്നത് പോലെ ഭർത്താക്കന്മാർ മാറുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവരോട്, നിങ്ങൾക്ക് നാളെ മക്കളുണ്ടാകത്തില്ലേ പിള്ളേരെ? നിങ്ങളൊരു അമ്മയുടെ വയറ്റിൽ ഉണ്ടായി വന്നത്. എന്ത് പറഞ്ഞാലും കുറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. വന്ന് നിന്നു, സംസാരിക്കുന്നു, ലിപ്സ്റ്റിക് ഇട്ടേക്കുന്നു, ഫേസിൽ മേക്കപ്പ്, ഒരു സാധനം ഇട്ടിട്ടില്ല. നിങ്ങൾ കണ്ടോളൂ. ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി. കാരണം അവർ കരഞ്ഞ് പറയുന്നു, എന്തിനാണ് യൂട്യൂബേഴ്സ് ഇവരെ പിന്നാലെ നടന്ന് ഇവരെ ദ്രോഹിക്കുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ഞാൻ കുറേ ചിക്കി നോക്കിയിട്ട് എവിടെയും ഇവരെ ഹരാസ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടില്ല. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, പണ്ട് കഥയിലിത് ജീവിതത്തിലൊക്കെ ഇവർ വന്നിട്ടുണ്ട്. ഒരു കോളിളക്കം സൃഷ്ടിച്ച വനിതയാണ് ഇവർ. അപ്പം ഞാൻ അത് പോയി ചിക്കി അത് കിട്ടി എനിക്ക്. ഇത് നിങ്ങളൊന്ന് കണ്ടു നോക്ക്. കാലിലെ കെട്ടല്ല, അതാദ്യം മനസ്സിലാക്കിക്കോ. എന്റെ ഹസ്ബൻഡിന് എന്റെ കുടുംബം നശിപ്പിക്കാതിരിക്കാൻ. ഇരുന്നിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കില്ല. നിങ്ങൾ ഇരിക്കേണ്ടടുത്ത് നിങ്ങൾ ഇരുന്നെങ്കിൽ എന്റെ ഹസ്ബൻഡ് ഇങ്ങനെ ഇരിക്കത്തില്ല. അതാദ്യം മനസ്സിലാക്കി. എന്റെ ഹസ്ബൻഡ് നിങ്ങളെ കൂടെ ഒന്നുമില്ലല്ലോ. അതിന്റെ ആവശ്യം എനിക്കില്ലല്ലോ. അത് നിങ്ങളുടെ ശീലം, അത് എന്റെ ശീലമല്ല. എനിക്ക് ആവശ്യമുണ്ട് അഭിലാഷ്. 3-4 പേരുടെ കൂടെ ആയില്ലേ? എന്തിന് ഈ ഒരു കുടുംബം കൂടെ ഇങ്ങനെ നശിപ്പിച്ചു? എന്തായാലും 3 ആയില്ല, 4ാമതായിട്ട് ഞാൻ വെച്ചോളാം. പറ്റത്തില്ല. ഇത് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തുവാണ്? നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയണം കേട്ടോ. ഇത് എന്താണെന്ന് നിങ്ങളുടെ അഭിപ്രായം പറയണം. ഇനി അവരൊരു ഇന്റർവ്യൂവിൽ പറയുന്ന കാര്യങ്ങളാണ് അടുത്ത്. അതും കൂടി കേൾക്കും. ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം ആ പ്രോഗ്രാമിൽ വന്നിരുന്നതല്ല. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ളൊരു കുടുംബ വഴക്കിനെ ഇവർ അവരുടേതായ തെറ്റുകളെ മറച്ചു വെച്ച് ഇവർ രണ്ടുപേരും വളരെ നല്ല ഭംഗിയായിട്ട് എന്നെ ബ്ലെയിം ചെയ്ത് അവർ രണ്ടുപേരും ഹാപ്പിയായി. അത്രയേ ഉള്ളൂ. അതിന് എന്നാലും അപ്പോഴും ഞാൻ അതിനെ പോസിറ്റീവായിട്ട് കാണുന്നു. ഞാനെന്ന് പറയുന്ന അന്ന് അവർ നെഗറ്റീവായിട്ട് കണ്ടാലും ഇന്ന് അവർ ഹാപ്പിയായിട്ട് ജീവിക്കുന്നുണ്ടല്ലോ, അല്ലേ? അപ്പോൾ അതിന് ഞാൻ നിമിത്തമായില്ലേ? അല്ലെങ്കിൽ അവർ അങ്ങനെ പിരിഞ്ഞു പോകേണ്ട ആൾക്കാർ ഇന്നും ഒരുമിച്ച് ജീവിക്കുന്നില്ലേ? ഗുഡ് തിങ് അല്ലേ ഇത്? അത്രയേ ഉള്ളൂ. അങ്ങനെയും കാണാം, അങ്ങനെയും വിലയിരുത്താം. സമ്മതിച്ചു, അവരെ ഞാൻ സമ്മതിച്ചു. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബായ്.